തൈസ അബ്ദുദ് ദീനാർ തൈസ അബ്ദുദ് ദിർഹമി. നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, പൈസയെ ആരാധിക്കുന്ന പൈസയുടെ ആളുകൾ എന്നുദ്ദേശിക്കുന്നിടത്ത് പൈസയുടെ അടിമകൾ എന്ന് പറഞ്ഞു നബി തങ്ങൾ. അള്ളാഹിന്റെ അടിമ എന്നാ പറയേണ്ടത്. തൈസ നഷ്ടപ്പെട്ടു പോയി, തകർന്നു പോയി. ആര്? അബ്ദുദ് ദീനാർ, ദീനാറിന്റെ അടിമകൾ. ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണെന്ന്. പിന്നെ പറഞ്ഞു തൈസ അബ്ദുദ് ദിർഹമി, ദിർഹമിന്റെ വെള്ളി നാണയത്തിന്റെ അടിമകളും നശിച്ചു പോയിരിക്കുന്നു. പൈസയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അങ്ങനെയാ. കാശ് കണ്ട അവിടെ വീഴും, അത് ഹലാലും ഹറാം എന്ന വിഷയം. അത് ലോട്ടറി കിട്ടിയാലും പൊക്കലിട്ട് പോരും, അതൊക്കെ ഹലാലാന്ന് പറയും. എന്തേ? പൈസയുടെ അത്ര കാർത്തിയാണ്. അത്തരം ആളുകൾ തൈസ, അവർ നശിച്ചിരിക്കുന്നു. തൈസ അബ്ദുൽ ഖതീഫ തൈസ അബ്ദുൽ ഖമീസ. അന്നത്തെ വിലപിടിപ്പുള്ള 2 വസ്ത്രങ്ങളാണത്. വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളാണ്. അതൊക്കെ കിട്ടിയ തിരക്കേടില്ല. അതിന് മാത്രം ജീവിക്കുന്നവർ, അതായിരിക്കും അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹം. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിട്ട് പൈസ എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തിന് പൈസ ഉണ്ടാക്കുന്നു? ഞാൻ അള്ളാഹ് പൈസ എന്ന ഒരു പള്ളി ഉണ്ടാക്കും, മാഷാ അല്ലാഹ്, ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കും, അൽഹംദുലില്ലാ, അതൊക്കെ നല്ല പരിപാടിയാണ്. നേരെ മറിച്ച് പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെ ബാങ്കിൽ ഒരുമിച്ച് എന്നിട്ടങ്ങ് മരിച്ചു പോവുക, വല്ല കാര്യമുണ്ടോ? അയാൾ സ്വതക്കം ചെയ്തില്ല, ദാനവും ചെയ്തില്ല, സകാത്തും കൊടുത്തില്ല. ആ സമ്പത്തിനോട് അള്ളാഹുവിനോട് വിചാരണ പറയണ്ടേ, ഹിസാബ് ചെയ്യണ്ടേ? ഞങ്ങൾ പറയാ, പൈസയെ ആരാധിക്കുന്നവര്, വസ്ത്രങ്ങളെ ആരാധിക്കുന്നവര്, വാഹനങ്ങളെ ആരാധിക്കുന്നവര്, അവര് നശിച്ചു. പിന്നെ പറഞ്ഞു എന്തൊരു വാക്കെന്നറിയത്? തങ്ങൾ പറഞ്ഞു അവര് നശിക്കട്ടെ, മുഖം കുത്തി വീഴട്ടെ. പിന്നെ പറഞ്ഞു കാലിൽ മുള്ളു കുത്തിയാൽ ആ മുള്ളു വരെ വലിച്ചൂരാൻ അവർക്ക് പറ്റാതിരിക്കട്ടെ. വല്ലാത്തൊരു വാക്കാണിത്. മുള്ളു കുത്തിയത് എടുക്കാൻ പറ്റാണ്ടിരുന്ന വലിയ വേദനയിലെ വിഷമല്ലേ? തങ്ങൾ പറഞ്ഞു ഈ പൈസയെ പ്രേമിച്ച് നടക്കുന്നവർ, പൈസയെ ആരാധിക്കുന്നവർ, അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നവർ, മുള്ളു കുത്തിയാൽ വരെ അവരുടെ കാലിൽ നിന്ന് മുള്ളു പോരാതിരിക്കട്ടെ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.